നമസ്കാരം. വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിലെ പ്രമുഖനും നടനുമായ ശത്രുഘ്നൻ സിൻഹ താൻ കോൺഗ്രസിലേക്ക് പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന വെള്ളിയാഴ്ച അദ്ദേഹം ഔദ്യോഗികമായി പാർട്ടിയിൽ ചേരും. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ എത്തിയ നേതാവാണ് ബി.ജെ.പി എം പി ശത്രുഘ്നൻ സിൻഹ. ബീഹാറിൽ പട്നയിലെ സാഹിബ് മണ്ഡലത്തിൽ സിറ്റിംഗ് എം പിയാണ് അദ്ദേഹം. അദ്വാനി വാജ്പേയി കാലഘട്ടത്തിലെ ബി.ജെ.പിയുടെ വിശ്വസ്തനായിരുന്നു. എന്നാൽ മോദി അമിത്ഷാ കാലഘട്ടത്തിൽ ബി.ജെ.പിയുടെ മുഖ്യ ശത്രുവായി സിൻഹ മാറി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ സിൻഹ കടന്നാക്രമിച്ചു. ജനങ്ങളെ ദുരിതക്കയത്തിലെത്തിച്ച് നോട്ട് നിരോധനത്തെയും ആൾക്കൂട്ടക്കൊലയെയും വർഗീയ രാഷ്ട്രീയത്തെയുമെല്ലാം സിൻഹ വിമർശിച്ചുകൊണ്ടേയിരുന്നു. ഇതോടെ ബി.ജെ.പിയുടെ പ്രധാന ശത്രുവായി സിൻഹ മാറി. ഉചിതമായ സമയം നോക്കി സിൻഹയ്ക്ക് മറുപടി നൽകാനായിരുന്നു ബി.ജെ.പിയുടെ പദ്ധതി. സിൻഹയ്ക്ക് സാഹിബ് മണ്ഡലത്തിൽ സീറ്റ് നിഷേധിച്ച ബി.ജെ.പി അവിടെ രവിശങ്കർ പ്രസാദിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇതോടെ ബി.ജെ.പിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് സിൻഹ. ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചതായി പ്രഖ്യാപിച്ച സിൻഹ ഉടൻ തന്നെ കോൺഗ്രസിന്റെ ഭാഗമാകുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. ലോക്സഭയിലേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ സാഹിബ് മണ്ഡലത്തിൽ നിന്ന് തന്നെ ശത്രുഘ്നൻ സിൻഹ മത്സരിക്കും. 2014 സാഹിബിൽ നിന്ന് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സിൻഹ വിജയിച്ചത്. രാജി പ്രഖ്യാപിച്ച പിന്നാലെയും ബി.ജെ.പിക്കെതിരെ സിൻഹ പ്രതികരിച്ചു. മുതിർന്ന നേതാക്കളെ പരിഗണിക്കാത്ത പാർട്ടിയായി ബി.ജെ.പി മാറിയെന്ന് സിൻഹ പറഞ്ഞു. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ എൽ.കെ. അദ്വാനിയോട് ചെയ്തത് നോക്കൂ. അദ്വാനിക്ക് സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മക്കളെയെങ്കിലും പരിഗണിക്കാമായിരുന്നു എന്ന് സിൻഹ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.